സീറോ മലബാർ സഭയിലെ 4 രൂപതകളെ അതിരൂപതകളാക്കി ഉയർത്തി. ഫരീദാബാദ്, ഉജ്ജയിൻ, കല്യാൺ, ശംഷാദാബാദ് രൂപതകളാണ് അതിരൂപതകളായത്. മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര, മാർ സെബാസ്റ്റ്യൻ വടക്കേൽ, മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ, മാർ പ്രിൻസ് ആന്റണി പാണങ്ങാടൻ എന്നിവരെ മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പുമാരായി ഉയർത്തി. ആദിലാബാദ്, ബലത്തങ്ങാടി രൂപതകൾക്ക് പുതിയ ബിഷപ്പുമാരെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഫാദർ ജെയിംസ് പട്ടേരിലാണ് പുതിയ ബലത്തങ്ങാടി ബിഷപ്പ്. ഫാദർ ജോസഫ് തച്ചപ്പറമ്പത്ത് ആദിലാബാദ് ബിഷപ്പായി ചുമതലയേൽക്കും. സീറോ മലബാർ സഭ ആസ്ഥാനത്ത് ഈ മാസം 18-ന് ആരംഭിച്ച 33ാമത് മെത്രാൻ സിനഡിന്റെ 2ാമത്തെ സമ്മേളനത്തിലാണ് ഈ തീരുമാനങ്ങൾ. സിനഡ് തീരുമാനങ്ങൾക്ക് വത്തിക്കാന്റെ അംഗീകാരം ലഭിച്ചതോടെ ഇന്ന് സഭാ ആസ്ഥാന കാര്യാലയത്തിൽ സീറോ മലബാർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു. നിലവിൽ ജർമ്മനിയിലെ പ്രൊവിൻഷ്യൽ പ്രോക്യുറേറ്ററായി സേവനമനുഷ്ഠിക്കുകയാണ് ബെൽത്തങ്ങാടി ബിഷപ്പായി നിയമിതനായ ഫാദർ ജെയിംസ് പട്ടേരിയിൽ. ബെൽത്തങ്ങാടി രൂപതാധ്യക്ഷനായിരുന്ന മാർ ലോറൻസ് മുക്കുളി ആരോഗ്യ കാരണങ്ങളാൽ രാജിവെച്ച ഒഴിവിലാണ് ഫാദർ ജെയിംസ് പട്ടേരിൽ പുതിയ ബിഷപ്പാകുന്നത്. ബെൽത്തങ്ങാടി രൂപതയിൽ ബെട്ടിയാൽ സെന്റ് മേരീസ് ഇടവക പട്ടേരിയിൽ എബ്രഹാമിന്റെ റോസമ്മയുടെ മകനായി 1962 ജൂലൈ 27-നാണ് ഫാദർ ജെയിംസ് പട്ടേരിയിൽ ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിൽ ചേർന്ന് കുറവലങ്ങാട് ക്ലാരറ്റ് ഭവനത്തിൽ സെമിനാരി പരിശീലനം ആരംഭിച്ചു. ബംഗളൂരുവിൽ സെന്റ് പീറ്റേഴ്സ് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പൂർത്തിയാക്കി. 1990 ഏപ്രിൽ 26-ന് പൗരോഹിത്യം സ്വീകരിച്ച ശേഷം ബെൽത്തങ്ങാടി രൂപതയിലെ ഉദീനെ, ഷിരാടി എന്നീ ഇടവകകളിൽ സേവനമനുഷ്ഠിച്ചു. ജർമ്മനിയിലെ ഫ്രൈബൂർഗ് പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്റ്റൽ തിയോളജിയിൽ ഉപരിപഠനം നടത്തി. മലയാളം, കന്നഡ, തുളു, ഇംഗ്ലീഷ്, ജർമ്മൻ ഭാഷകളിൽ പ്രാവീണ്യമുള്ള ആളാണ് നിയുക്ത ബെൽത്തങ്ങാടി ബിഷപ്പ്. നിലവിൽ ചാന്ത CMI മാർത്തോമ പ്രൊവിൻസിന്റെ പ്രൊഫഷണൽ സുപ്പീരിയറായി സേവനമനുഷ്ഠിക്കുകയാണ് ആദിലാബാദ് രൂപത ബിഷപ്പായി നിയമിതനായ ഫാദർ ജോസഫ് തച്ചാപ്പറമ്പത്ത്. ആദിലാബാദ് രൂപതാധ്യക്ഷനായിരുന്ന മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ ശംഷാബാദ് രൂപതയുടെ മെത്രാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിലേക്കാണ് ഫാദർ ജോസഫ് തച്ചാപ്പറമ്പത്ത് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഇടുക്കി രൂപതയിലെ നാലുമുക്ക് നസറത്താളി ഇടവകയിൽ തച്ചാപ്പറമ്പ് ലൂക്കോസ് ഏലിയാമ ദമ്പതികളുടെ മകനായി 1969 ഫെബ്രുവരി 24-നാണ് ഫാദർ ജോസഫ് തച്ചാപ്പറമ്പത്ത് ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം CMI ചാന്ത മാർത്തോമ പ്രൊവിൻസിൽ ചേർന്ന് വൈദിക പരിശീലനം ആരംഭിച്ചു. വാർദായിലെ ദർശന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും തത്വശാസ്ത്രവും ധർമ്മരാം കോളേജിൽ നിന്ന് ദൈവശാസ്ത്രവും പൂർത്തിയാക്കി. 1997 ജനുവരി 1-ന് പൗരോഹിത്യം സ്വീകരിച്ചു. അദ്ദേഹം ചാന്താരൂപതയിലെ ബാലാഗൂർ, ചിൻചോളി, ദേവാപൂർ, ദുർഗാപൂർ എന്നീ ഇടവകളിലും സേവനമനുഷ്ഠിച്ചു. ചാന്ത CMI മാർത്തോമ പ്രൊവിൻസിന്റെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച അദ്ദേഹം സാമ്പത്തിക ചുമതലയുള്ള കൌൺസിലറായും സേവനമനുഷ്ഠിച്ചു. ആദിലാബാദ് രൂപതയുടെ ഫിനാൻസ് ഓഫീസറായി 2005 മുതൽ 2008 വരെയും 2017 മുതൽ 2023 വരെയും പ്രവർത്തിച്ചു. B.Ed.ഉം M.Ed.ഉം പാസ്സായ അദ്ദേഹം രാജസ്ഥാൻ സൺറൈസേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം ചെയ്യുകയാണ്. മലയാളം, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്. മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പായി നിയമിതനായ മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര ഫരീദാബാദ് രൂപതാധ്യക്ഷനാണ്. ഉജ്ജയിൻ രൂപതാധ്യക്ഷനാണ് മാർ സെബാസ്റ്റ്യൻ വടക്കേൽ. കല്യാൺ രൂപതാധ്യക്ഷനായ മാർ തോമസ് ഇലവനാൽ 75 വയസ്സ് പൂർത്തിയായതിനെ തുടർന്ന് രാജിവെച്ചിരുന്നു. തുടർന്ന് നിലവിൽ സീറോ മലബാർ സഭയുടെ കൂരിയ മെത്രാനായ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കലിനെ കല്യാൺ ബിഷപ്പായി നിയമിച്ചു. ആദിലാബാദ് രൂപതാധ്യക്ഷനായിരുന്ന മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ. ആദിലാബാദ്, ബിജ്നോർ, ചന്ത, ഗോരഖ്പൂർ, കല്യാൺ, ജഗ്ദൽപൂർ, രാജ്കോട്ട്, സാഗർ, സത്ന, ശംഷാദാബാദ്, ഉജ്ജയിൻ, ഹോസൂർ എന്നീ 12 രൂപതകളുടെ അതിർത്തികൾ പുനഃസംഘടിപ്പിച്ചു. മുൻപ് ശംഷാദാബാദ് രൂപതയുടെ ഭാഗമായിരുന്ന ചില പ്രദേശങ്ങൾ മറ്റു 11 രൂപതകളിലായി ഉൾപ്പെടുത്തി. തൃശൂർ അതിരൂപതയുടെ സാമന്ത രൂപതയായി ഹോസൂറിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.